ദയാപരാ ഏകണേ നിൻ കൃപാവരം. പാടുന്നു വാഴ്ത്തുന്നു ഞങ്ങൾ ദേവാ നിൻ ദിവ്യ സങ്കീർത്തനങ്ങൾ. നീ തെളിക്കുന്നു ദീപങ്ങൾ നിത്യം ഇരുളാർന്ന ഹൃദയങ്ങളിൽ. യേശുനാഥ ദയാപരാ തേടുന്നു
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മലയാകാശം ഗ്രഹിച്ചു പരിശുദ്ധാത്മാവൻ മറികടന്നു നന്മ നിറഞ്ഞവരമേ സ്വസ്തി. കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലുമാട്ടെ. നന്മ നിറഞ്ഞവരമേ സ്വസ്തി. കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനം മാംസമായി നമ്മുടെ വസിച്ചു. നന്മ നിറഞ്ഞവരമേ സ്വസ്തി. കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കർത്താവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവായ ദൈവമേ, അങ്ങ് ഒരിക്കൽ കൂടി ഈ ഭവനത്തെ പ്രത്യേകമാംവിധം സന്ദർശിക്കുവാൻ തിരുമനസ്സായല്ലോ. അങ്ങയുടെ ദാസിയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട മകളും ആയ ആൻമരിയായുടെ വിവാഹ ദിവസം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളുടെ വഴിയും വഴികാട്ടിയുമായ കർത്താവേ, സർവ്വ പ്രത്യാശയും ഞങ്ങൾ അങ്ങിൽ സമർപ്പിച്ച് ഈ ദാസിയെ ഞങ്ങളുടെ വിവാഹത്തിനായി ഒരുക്കി വിശുദ്ധ അൾത്താരയിലേക്ക് യാത്ര അയക്കുന്നു. കനിവോടെ തൃക്കൺ പാർക്കണമേ നിത്യനായ സർവേശ്വര. ദൈവം രൂപം കൽപ്പന ചെയ്ത മെനഞ്ഞെടുത്ത കുടുംബത്തെ ദൈവം സംരക്ഷിക്കും. ആ സംരക്ഷണം നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ആവശ്യമായ സമയമാണിത്. നമുക്കെല്ലാവരും കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത്യുന്നതിന്റെ സംരക്ഷണമുള്ളവനും സർവശക്തന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാൻ. തന്റെ തൂവൽ കൊണ്ട് എന്നെ അവിടുന്ന് മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ എനിക്ക് അഭയം ലഭിക്കും. കർത്താവിന്റെ പർവ്വതത്തിലേക്ക് പോകുന്നുവെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഒപ്പിക്കുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ ദാസിയെ സ്നേഹത്തിന്റെ ശൃംഖല കൊണ്ട് വിവാഹം എന്ന ഉദാശിയാൽ ബന്ധിക്കുമാറാകണമേ. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം വിശ്വസിക്കുവാനും വിശ്വസ്ത പുലർത്തുവാനും ശക്തി നൽകണമേ. പരസ്പര ധാരണയോടും ഹൃദയ ഐക്യത്തിൽ ദൈവാനുഗ്രഹവും അനുഭവിച്ച് സന്തുഷ്ടരായി കഴിയുവാൻ നിന്റെ ദാസിയെ ഇടയാക്കണമേ. സ്നേഹനിധിയായ പിതാവേ, ഈ കുടുംബത്തിൽ നിന്ന് മരിച്ച് ഞങ്ങളിൽ ജീവിച്ചാനന്ദിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഓർമ്മയും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. കാനായിലെ കല്യാണത്തിൽ ആദ്യത്തെ അത്ഭുതം ചെയ്ത വിവാഹത്തെ മംഗളമാക്കി തീർത്ത ഈശോയെ, ഈ വരന്റെയും വധുവിന്റെയും വിവാഹ ജീവിതം ധന്യമാക്കണമേ. ആ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥയായ പരിശുദ്ധ മാതാവേ, ഇവർക്ക് വേണ്ടി എന്നും അപേക്ഷിക്കണമേ. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ദൈവാശ്രയത്തിന്റെയും ഒരു കുടുംബമാകുവാൻ വിസ്തീർണ പിതാവേ അവർക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ഈ മംഗളകർമ്മയിൽ പങ്കെടുത്ത് മണവാട്ടിയെ ആഗ്രഹിക്കുന്ന ബന്ധുമിത്രാദികളെയും അഭ്യുതകാംക്ഷിയെയും അനുഗ്രഹമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പുസ്തകത്തിലുള്ള വായന 18-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആസ്വദിക്കണമേ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു, മനുഷ്യനേകനായിരിക്കുന്നല്ല, അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്നെടുത്ത വാരിയല് കൊണ്ട് അവിടുന്ന് സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് നാരി എന്നിവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നനായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. മാനസത്തിൽ കാരു
ക്രൂശിച്ച കൈയിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു. ക്രൂശിച്ച കൈയിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു. കോപിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നി ജ്വാലയും. കോപിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നി ജ്വാലയുമാ. തിരുവോസ്തിയായി നിലണയും സ്നേഹം ദൈവസ്നേഹം. അകതാരിലലിയാം വരുന്നു സ്നേഹം എൻ്റെ യേശു. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. You're the light, you're the night, you're the color of my blood. You're the cure, you're the pain, you're the only thing I wanna touch. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me through the dark, let me take you past the satellites. You can see the world you brought to life, to life. So love me like you do, la la, love me like you do. Love me like you do, la la, love me like you do. Touch me like you do, ta ta, touch me like you do. What are you waiting for? Fading in, fading out, on the edge of paradise. Every inch of your skin is a holy grail I've gotta find. Only you can set my heart on fire, on fire. Yeah, I'll let you set the pace, 'cause I'm not thinking straight. My head's spinning around, I can't see clear no more. What are you waiting for? Love me like you do, la
clear no more. What are you waiting for? Love me like you do, love me like you do, like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? Love me like you do, love me like you do, like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? രാജ്യം മരണമേ അങ്ങയുടെ തിരുവനന്തപുരത്തിലെ കൂടെ വീടുകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകും ബലമായി കർത്താവായ ദൈവമേ, അങ്ങ് ഒരിക്കൽ കൂടി ഈ ഭവനത്തെ പ്രത്യേകമാം വിധം സന്ദർശിക്കുവാൻ തിരുമനസ്സായല്ലോ. അങ്ങയുടെ ദാസനും ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനുമായ സബിച്ചേട്ടായുടെ വിവാഹ ദിവസം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളുടെ വഴിയും വഴികാട്ടിയുമായ കർത്താവെ, സർവപ്രത്യാശയും ഞങ്ങൾ അങ്ങനെ സമർപ്പിച്ച് ഈ ദാസനെ ഞങ്ങളിതാ വിവാഹത്തിനായി ഒരുക്കി വിശുദ്ധ അൾത്താരയിലേക്ക് യാത്ര അയക്കുന്നു. കനിവോടെ തൃക്കം പാർക്കണമേ. നിത്യനായ സർവേശ്വര, ആമേൻ. ദൈവം രൂപകൽപ്പന ചെയ്ത് മെനഞ്ഞെടുത്ത കുടുംബത്തെ ദൈവം സംരക്ഷിക്കും. ആ സംരക്ഷണം നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ആവശ്യമായ സമയമാണിത്. നമുക്കെല്ലാവർക്കും കർത്താവെ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും സർവശക്തന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാൻ. തന്റെ തൂവാലുകൾ കൊണ്ട് എന്നെ അവിടുന്ന് മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ എനിക്ക് അഭയം ലഭിക്കും. കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകുന്നുവെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഒപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവെ, നിന്റെ ദാസനെ സ്നേഹത്തിന് ശൃംഖല കൊണ്ട് വിവാഹമെന്ന കൂദാശിയാൽ ബന്ധിക്കുമാറാകട്ടെ. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം വിശ്വസിക്കുവാനും വിശ്വസ്തത പുലർത്തുവാനും ശക്തി നൽകണമേ. പരസ്പര ധാരണയോടെ ഹൃദയ ഐക്യത്തിൽ ദൈവാനുഗ്രഹം അനുഭവിച്ച് സന്തുഷ്ടരായി കഴിയുവാൻ നിന്റെ ദാസനെ ഇടയാക്കണമേ. സ്നേഹനിധിയായ പിതാവേ, ഈ കുടുംബത്തിൽ നിന്ന് മരിച്ച് അങ്ങിൽ ജീവിച്ചാനന്ദിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഓർമ്മയും പ്രാർത്ഥനയും ഞങ്ങളോട് ഒത്തുണ്ടാകണമേ. കാനായിലെ കല്യാണത്തിൽ ആദ്യത്തെ അത്ഭുതം ചെയ്ത് വിവാഹത്തെ മംഗളകരമാക്കി തീർത്ത ഈശോയെ, വിവാഹ ജീവിതം ധന്യമാക്കണമേ. ആ കുടുംബത്തിനു വേണ്ടി മധ്യസ്ഥത യാചിച്ച പരിശുദ്ധ മാതാവേ, ഇവർക്ക് വേണ്ടി എന്നും അപേക്ഷിക്കണമേ. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ദൈവാശ്രയത്തിന്റെയും ഒരു കുടുംബമാകുവാൻ വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഇവർക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ മംഗളകർമ്മങ്ങളിൽ പങ്കെടുത്ത് മണവാളിനെ അനുഗ്രഹിക്കുന്ന ബന്ധുമിത്രാദികളെയും അഭ്യുദയകക്ഷികളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോടെ ആദരവായി അനുതാപമാർന്നണയാം അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോടെ ആദരവായി ലോകപാപം നീക്കിയണയും ദിവ്യ കുഞ്ഞാടിൻ ശാന്തിയേകും നവ്യസ്നേഹം പങ്കുവച്ചുണരാം കാഴ്ചയേകീടാം നിറദീപമായി തെളിയാം അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോടെ ആദരവായി സ്വർഗതാതാ ദിവ്യബലി നീ സ്വീകരിച്ചാലും നിത്യജീവൻ നൽകുവാനായി നീ കനിഞ്ഞാലും നീ നയിച്ചാലും സ്തുതി കീർത്തനം പാടാം അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോടെ ആദരവായി അനുതാപമാർന്നണയാം അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളായ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങൾ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളിച്ചത് നിശ്ചിത നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. Ruha
പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ട കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സർവജനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളെയും മുഴുവമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ടു കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഹോദരി, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ ശ്രദ്ധിക്കുവിൻ. പത്രോസിലെ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ പ്രാണത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നത്. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങളവരുടെ മക്കളാണ്. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുന്നു. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുന്നു. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവളോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോഴും നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ ഒഴിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തര വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. യേശുമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സബി ആൻമരിയ, ഇവരുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, കുഞ്ഞുമക്കളെ, മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടുക എന്നുള്ളത്. അത്
നല്ലൊരു ജീവിതമായാലും സമ്പത്തായാലും സ്ഥാനമാനങ്ങളായാലും നല്ലൊരു ജീവിത പരിസ്ഥിതിയായാലും ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ആഗ്രഹം അതുതന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നതാണ് തനിക്ക് അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇപ്രകാരം പരസ്പരം പ്രാർത്ഥനയ്ക്കും ചിന്തയ്ക്കും ശേഷം സഭി ആൻമരിയയെയും ആൻമരിയ സഭിയെയും തിരഞ്ഞെടുത്ത് തിരുവൾക്കാരിയെ സാക്ഷ്യമാക്കിക്കൊണ്ട് സഭയുടെയും സമൂഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും മുൻപിൽ പരസ്പരം മിന്നുചാർത്തി പുതിയ ഒരു ജീവിതത്തിന് ഇവരെന്ന് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സഭയ്ക്കും ആൻമരിയായിരിക്കും എല്ലാവിധ പ്രാർത്ഥന മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. മരണം വഴി മാത്രം വേർപിരിയാവുന്ന ഒരു ജീവിത ബന്ധം നിങ്ങൾ ഇന്ന് തുടങ്ങുമ്പോൾ പരസ്പരമുള്ള വിശ്വസ്തത മുറുകെ പിടിച്ചുകൊണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായ മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് വിവാഹമെന്ന കൂദാശ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്: പരസ്പരം സ്നേഹം പങ്കുവെക്കുവാനും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകുവാനും ദൈവം സ്ഥാപിച്ചിരിക്കുന്ന സംവിധാനമാണ് വിവാഹമെന്ന കൂദാശ. പരസ്പരം സ്നേഹം പങ്കുവെക്കപ്പെടണം, ദൈവത്തിന് വേണ്ടി സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരണം. ഈ ഒരു കർത്തവ്യത്തിലേക്കാണ്, ധർമ്മത്തിലേക്കാണ് സഭയും ആൻമരിയായും ഇന്ന് കടന്നു ചെല്ലുന്നത് എന്ന് അറിഞ്ഞിരിക്കുക, ഓർത്തിരിക്കുക. വിവാഹ ജീവിതത്തെപ്പറ്റി, വിവാഹ ജീവിതത്തിൻ്റെ സവിശേഷതകളെപ്പറ്റി, ബുദ്ധിമുട്ടുകളെപ്പറ്റി, നൊമ്പരങ്ങളെപ്പറ്റിയൊക്കെ ഒത്തിരിയേറെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളെപ്പറ്റി ആടിയുലയുന്നതും കെട്ടുറപ്പുള്ളതുമായ വിവിധ തരം കുടുംബ ബന്ധങ്ങളെപ്പറ്റി നാം ഒക്കെ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ ചിന്തകളിലേക്കൊന്നും കടന്നു ചെല്ലുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ ഒരു ചിന്ത ഇവയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ആശംസാ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ കടുത്തുരുത്തി സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് കല്യാണത്തിന് വേണ്ടി വന്നത് ഞങ്ങളുടെ സ്കൂൾ ബസ്സിലാണ്. അപ്പോൾ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ചേട്ടനാണ്. ഒരു ഏതാണ്ട് 40-42 വയസ്സുള്ള 2 കുട്ടികളുടെ പിതാവായ ഒരു ചേട്ടൻ. അപ്പോൾ പല കാര്യങ്ങളും സംസാരിച്ച് ഞങ്ങളിന്ന് പോന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വന്ന ഒരു ആശയം മാത്രം നമ്മൾ പങ്കുവെക്കുകയാണ്. ഞാൻ ഒരുങ്ങി വന്നതൊക്കെ അവിടെ മാറ്റിവെച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ്: ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നല്ലൊരു ജീവിത പരിസ്ഥിതി ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. ഈ നല്ല ജീവിത രീതി ഉണ്ടാകുവാനായിട്ട് മനുഷ്യർ ആഞ്ഞ് പരിശ്രമിക്കും, കഷ്ടപ്പെടും, പഠിക്കും, അധ്വാനിച്ച് ജോലി ചെയ്യും, എല്ലാം നടക്കും. അദ്ദേഹം പറഞ്ഞ സന്ദേശം, ഒരു ആശയം ഇതാണ്: മനുഷ്യന്റെ ജീവിതത്തിൽ അവന് സ്വന്തമായി തിരഞ്ഞെടുക്കുവാനായിട്ട് സ്വാതന്ത്ര്യമുള്ളത് ജീവിത പങ്കാളിയെ മാത്രമാണ്. ഏത് മാതാപിതാക്കളിൽ ജനിക്കണമെന്ന് ദൈവം നിശ്ചയിക്കും, ഏത് കുടുംബത്തിൽ ജീവിക്കണമെന്ന് ദൈവം നിശ്ചയിക്കും, ഏത് ജോലിയിലേക്ക് പോകണമെന്ന് നമ്മുടെ സന്നദ്ധതയോടുകൂടി ദൈവം തീരുമാനിക്കും. കൂട്ടുകാരെ പോലും തിരഞ്ഞെടുക്കുന്നതിൽ ഒരുപക്ഷെ നമ്മുടെ റോള് വളരെ തുച്ഛമാണ്. അവിടെ ആയിരിക്കുന്നവരുമായി കൂട്ടുചേരുക എന്നുള്ളതാണ് ഒരു പരിസ്ഥിതി കർമ്മം എന്ന് പറയുന്നത്. എന്നാൽ പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട്, പഴയ കാലം നമുക്കറിയാം, വിവാഹത്തിന് പള്ളിയിൽ വരുമ്പോഴാണ് വധുവും വരവും പരസ്പരം കണ്ടുമുട്ടുന്നത്. എന്നാൽ കാലം മാറി. നമ്മുടെ താല്പര്യത്തിനും ഇച്ഛയ്ക്കും അനുസരിച്ച് മാതാപിതാക്കളുടെ അതോടുകൂടി തന്നെയാണെങ്കിൽ പോലും ഈ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ മനുഷ്യന് അവൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, അവൻ്റെതായ ഒരു സ്വഭാവ സവിശേഷതകളുണ്ട്.
ഇപ്രകാരം സ്വന്തം ഇഷ്ടത്താലും സ്വന്തം സ്വാതന്ത്ര്യത്താലും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ അവസാനം വരെ വിശ്വസ്തതയിൽ അടിവെച്ചുകൊണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം നയിക്കുവാൻ ഓരോ ഭർത്താവും ഓരോ ഭാര്യയും കടപ്പെട്ടവനാണ് എന്നുള്ളതായിരുന്നു ആ ചേട്ടന്റെ ആ വാക്കിൽ നിന്നും എനിക്ക് മനസ്സിലായത്. ഈ വിവാഹ ആശീർവാദ കർമ്മത്തില് മോതിരം ആശീർവദിച്ചുകൊണ്ട് വൈദികൻ ഇപ്രകാരം പ്രാർത്ഥിക്കും: ഇവർ തമ്മിലുള്ള പരസ്പരമുള്ള വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും അടയാളമായി ഈ മോതിരങ്ങളിൽ ആശീർവദിക്കണമേ എന്ന്. മോതിരത്തിന്റെ സ്വഭാവ സവിശേഷങ്ങൾ നമുക്കറിയാം. ആദ്യവുമില്ല, അന്ത്യവുമില്ല. തുടക്കം എവിടെയാണ് എന്നും ഒടുക്കം എവിടെയാണ് എന്നും നമുക്ക് അറിയത്തില്ല. ഇതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതവും. ഇവിടെ തുടങ്ങുന്നു, ഒടുക്കം എവിടെയാണ് എന്നാണ് എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ മരണത്തിലാണ് അത് അവസാനിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് അറിവുള്ളൂ. അതുകൊണ്ട് സഫി ആൻമരിയ, നിങ്ങൾ തുടങ്ങുന്ന ഈ ജീവിതം വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും മാതൃകാപരമായ ജീവിതമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ കഴിഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ വാട്സപ്പിലൂടെയും ഫോണിലൂടെയും ഫേസ്ബുക്കിലൂടെയും നേരിട്ടുമൊക്കെ നിങ്ങൾ പരസ്പരം അറിഞ്ഞിട്ടുണ്ട്. പരസ്പരം നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ആശയങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലും അപ്പുറമുള്ള മനസ്സിൻ്റെ ആഴത്തിലേക്കുള്ള അറിവുകൾ നിങ്ങൾ നേടുവാനായിട്ട് പോകുന്നതേയുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ, വരും ജീവിതകാലത്ത് പരസ്പരം സ്നേഹം പങ്കുവെച്ച് ജീവിക്കുമ്പോൾ സഭയ്ക്ക് തോന്നണം, ആൻമരിയ ഈ സ്നേഹം ഇത്രയും നാള് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ആൻമരിയയ്ക്ക് ഇതേ ചിന്തയുണ്ടാകണം, ഇതുവരെ എനിക്ക് പകർന്നു തന്ന സ്നേഹത്തിൽ നിന്നും കരുതലിൽ നിന്നുമൊക്കെ എത്രയോ ആഴമേറിയതാണ്, ആത്മാർത്ഥതയുള്ളതാണ് എന്ന് എൻ്റെ ജീവിത പങ്കാളിയുടെ സ്നേഹവും കരുതലും എന്ന് പരസ്പരം തിരിച്ചറിയാൻ പോകുന്ന നിമിഷങ്ങളായിരിക്കണം, ദിവസങ്ങളായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആ തിരിച്ചറിവിന് കാരണമായിട്ടുള്ളത് മറ്റൊന്നുമല്ല, ദൈവ അനുഗ്രഹം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. സുവിശേഷം വായിച്ചു കേട്ടു കാനായിലെ കല്യാണ വിരുന്നില് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. അമ്മയെ ആരെ വിളിച്ചോ എന്നോ എപ്പം ആ കല്യാണ വീട്ടിൽ ചെന്നു എന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. ദൃശ്യമോ അദൃശ്യവുമായ സാന്നിധ്യമായിട്ട്, അതായത് ആവശ്യമേരത്ത് സഹായം ചെയ്യുന്ന ഒരു അമ്മയായിട്ട് പരിശുദ്ധ കന്യകാമറിയം ആ വിവാഹ ഭവനത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഈ പുതിയ കുടുംബത്തില് പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥവും പ്രാർത്ഥനയും അപേക്ഷയും ഒരു കാലത്തും മുടക്കരുത്. അതിൻ്റെ അടയാളമായിട്ടാണ് ഇന്ന് ജപമാല വെഞ്ചരിച്ച് നിങ്ങൾക്ക് തരിക. ജീവിതത്തിന്റെ ഏത് നിമിഷങ്ങളിലും പരിശുദ്ധ അമ്മയെയും അതുവഴി ജപമാലയെയും മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ തിരുവത്താടിയെ സാക്ഷ്യമാക്കി ആരംഭിക്കുന്ന കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ, ജീവിതമാണ് എങ്കിൽ അതുണ്ടാകും, അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം, അത് തീർച്ചയാണ്. അത് ആരുടെ ജീവിതത്തിലും സ്വാഭാവികമാണ്. കുടുംബ ജീവിതത്തിൽ മാത്രമല്ല, സന്യസ്ത വൈദിക ജീവിതത്തിലും അത് സ്വാഭാവികമാണ്. പക്ഷെ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഓടിയണയേണ്ടത് ആളുകളുടെ അടുത്തേക്കല്ല. ഒരുപക്ഷെ ആദ്യം ഓടിയണയേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോലും മാത്രമല്ല, ഈ തിരുവത്താറിയിലേക്കാണ്. പുറകിലിരിക്കുന്ന തിരുസക്രാരിയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്കാണ് നിങ്ങൾ ഓടിയെടുക്കേണ്ടത്. അങ്ങനെ കുടുംബജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെയും മാറിയസയ്ക്ക് തന്നെ പിതാവിൻ്റെയും സകല വിശുദ്ധയുടെയും മാധ്യസ്ഥവും പ്രാർത്ഥനയും എപ്പോഴും നിങ്ങൾ കൂടി ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും സഭയുടെ പ്രതിനിധികളും ബന്ധുമിത്രാദികളുടെയും പ്രാർത്ഥനകളും മംഗളങ്ങളും ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇടവക മധ്യസ്ഥനായ മലസ്തപ്പണസ്തുതിവാളിന്റെ പ്രത്യേക മാധ്യസ്ഥവും നിങ്ങളിൽ ചെയ്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭ്യർത്ഥതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ,
പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണത്തിൽ വെച്ച് തൻ സാന്നിധ്യത്താൽ വധൂവന്മാരെ അനുഗ്രഹിച്ചു മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടുകൂടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി ഞങ്ങളിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഭി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ആൻമരിയായി നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ആൻമരിയ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സഭയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള യൂണിയന്റെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാവനായ ഞങ്ങളുടെ പിതാവേ, ഇങ്ങനെ കാരണം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവനെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവായ മിശിഹായെ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രതീകരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നമ്മുടെ കർത്താവിന്റെ സ്വസ്തി. നിങ്ങൾ സ്ഥിതി കുർബാന കടങ്ങളെ വർദ്ധിക്കും പാപങ്ങളെ മോചനത്തിന് കാരണമാക്കി നിങ്ങൾ വരുമ്പോൾ
മഹിതന്മാൻ